പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏറ്റുമാനൂരൊക്കെ അടുത്തുള്ള അയർക്കുന്നം അടുത്തുള്ള ആറുമാനൂർ മംഗളവാർത്ത പള്ളിയിലെ വികാരിച്ചനാണ്. ഞങ്ങളുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മംഗളവാർത്ത പള്ളി എന്ന പേരിലുള്ള ഏക പള്ളിയാണ് ഈ പള്ളി. ഞാൻ ഈ പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ വളരെ ദൂരെ നിന്നും ഒത്തിരി വിദൂരതയിൽ യാത്ര ചെയ്ത് ഏറെ ത്യാഗങ്ങളെടുത്ത് ഒരു കുടുംബജീവിതം നയിക്കുന്ന ഭാര്യയും ഭർത്താവും എൻ്റെ അടുത്ത് വന്നു. അവർക്ക് ഒരു ധ്യാനം കൂടി. ആ ധ്യാനം കൂടിയതിൻ്റെ ഫലമായിട്ട് അവരുടെ ഉള്ളിൽ ഒരു പ്രചോദനം വരികയാണ്. അവർക്ക് മക്കളില്ല. ഏതെങ്കിലും ഒരു മംഗളവാർത്ത പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രചോദനം കിട്ടിയതിൻ്റെ പേരിൽ ഈ പള്ളിയിൽ വരികാൻ ഇടയായി. അതിന് ആ മകളും ആ മകനും എടുത്ത കഷ്ടപ്പാടുകൾ അത് വളരെ വലുതായിരുന്നു. ഏകദേശം 1.5 മണിയായപ്പോഴത്തേനും ശുശ്രൂഷകൾക്ക് ശേഷം ഈ മകൾ സന്തോഷത്തോടെ ഒരു കുർബാനയ്ക്കുള്ള പണമൊക്കെ തന്നിട്ട് ഈ മകളുടെ പ്രഭാതത്തിൽ 4 മണിക്ക് എഴുന്നേറ്റ് യാത്ര തിരിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അങ്ങനെ ഈ പള്ളി വന്നെത്തി. ഇവിടെ ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് നിയോഗത്തോടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എന്ന് ഓടി വന്നപ്പോൾ ഇവിടെ ഈ വെള്ളിയാഴ്ച ശുശ്രൂഷയൊക്കെ കണ്ട് എൻ്റെ ദൈവമേ എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെ അവിടെ ജീവിതത്തിന്റെ സാക്ഷ്യം നൽകിക്കൊണ്ട് ആ മകളെ ദേശത്തേക്ക് തിരിച്ചുപോയി. ആ മകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിന് കൈയിരിക്കുന്ന കാര്യമാണ്. പ്രവൃത്തി ദൈവത്തിൻ്റെതാണല്ലോ, മനുഷ്യരുടേതല്ലല്ലോ. പിന്നെ മനുഷ്യൻ പ്രവർത്തിക്കുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ സഹായത്താൽ ദൈവത്തിന് വേണ്ടി ഉപകരണമാകുന്നു. അത്രമാത്രമേ ഈ ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ആ മകളുടെ വിശ്വാസം എന്നെയും കൂടുതൽ ആഴത്തിൽ വിശ്വാസമുള്ള ഒരു പുരോഹിതനാക്കി നിലനിർത്തുന്നു. കാരണം എല്ലാ വെള്ളിയാഴ്ചകളിലും അനേകർ വരുന്നുണ്ടെങ്കിലും അവരിൽ ആഴത്തിലുള്ള വിശ്വാസം ദർശിക്കുക അപൂർവം ചിലരിലാണ്. ഇതുപോലെ ഒരു മംഗളവാർത്ത പള്ളി തേടി വന്ന ഈ മകൾക്ക്, ഈ മകളുടെ ഭർത്താവിന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഒരു കുഞ്ഞിനെ നൽകിയിരിക്കും. അത് ദൈവത്തിന്റെ സമയത്ത് ലഭിച്ചിരിക്കും. കാരണം അത്രമാത്രം തീഷ്ണതയോടെ ആ മകൾ കടന്നു വന്നതാണ്. ഞാൻ ഈ പറഞ്ഞത് ഈ സാക്ഷ്യം സഹായമായി തീരണം നമുക്ക് ഈ വർഷം വരാൻ പോകുന്ന പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാളിന് ഒരുക്കമായ 8 ദിവസങ്ങൾ. കാരണം നമ്മളും നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പടവായൂർ സെമിനാരിയിലെ ആധ്യാത്മിക പിതാവായിരുന്ന മോൺസിഞ്ഞർ മാത്യു മങ്കുഴിക്കരി അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്റെയും ആധ്യാത്മിക പിതാവായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മ എല്ലാം ഈശോയോട് കൂടിയും ഈശോയ്ക്ക് വേണ്ടിയും ചെയ്തതുപോലെ ഹൃദയത്തിൽ ഈശോയെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പ്രദേശത്ത് എല്ലാ പ്രവൃത്തികളും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു ധന്യ ഗുരുവായിരുന്നു മോൺസിഞ്ഞർ മാത്യു മങ്കുഴിക്കരി. ആ മങ്കുഴിക്കരി അച്ഛന്റെ ആത്മീയ ശ്രേഷ്ഠത്തിലാണ് ഞാനും വളർന്നു വന്നത്. എന്റെയും ആധ്യാത്മിക പിതാവായിരുന്നു. അച്ഛനെ ഒക്കെ പല കാര്യങ്ങളിൽ മാതൃകയാക്കുന്നതിനും അച്ഛന്റെ ജീവിത സാക്ഷ്യവും ഒക്കെ എന്റെയും ജീവിതത്തിന് ഒരു ഭാഗമായി തീർന്നിട്ടുണ്ട്. ഇന്ന് ഈ വചനപ്രഭാഷണം കേൾക്കുന്ന പലർക്കും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ മാതൃകയായി തീരുവാൻ നല്ല ദൈവം കളമൊരുക്കിയിട്ടുണ്ട്, സാധ്യത ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം നമ്മള് ജീവിതത്തിൽ ദൈവം തരുന്ന സമ്മാനമായിട്ട് സ്വീകരിക്കണം. പ്രത്യേകിച്ച് കടന്നു വരാൻ പോകുന്ന 8 ദിവസത്തെ നോമ്പ്, പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാള്, ഇതൊക്കെ നമുക്ക് അനുഗ്രഹമാകുന്ന എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തുമ്പോഴാണ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോഴാണ്. അങ്ങനെ ദൈവം ഇടപെടുവാൻ നമ്മൾ എന്ത് ചെയ്യണം? തിരുവചനം വായിക്കണം. നമ്മളെ കീഴടക്കുന്ന തിന്മകൾ നമ്മൾ നിഷ്കാസനം ചെയ്യണം, ഉപേക്ഷിക്കണം. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ പുത്രനായി തീരണം. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 43-ാം തിരുവചനം. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. അത് എത്രയോ ശ്രേഷ്ഠമായ വചനമാണ്. അവന്റെ നാമത്തിൽ വിശ്വസിക്കണം, ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കണം. അമ്മ വിശ്വസിച്ച പോലെ നമുക്ക് ദൈവത്തിന്റെ മക്കളായി തീരാം. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയിൽ നിന്നും അനുഗ്രഹം വാങ്ങി തരണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.